ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന കർത്താവ് അങ്ങ് ആകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ അവസ്ഥ കാണുന്ന കർത്താവെ, ഇന്ന് ഞങ്ങളോട് ഇടപെടണം കർത്താവെ. അങ്ങയുടെ വാക്കുകൊണ്ട്, അങ്ങയുടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെ ഇടപെടണം കർത്താവെ. യേശുവെ, ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒരു മനം മാറ്റത്തിന് ഒരു കാരണമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഇനി വരുന്ന 1-2 മണിക്കൂറുകളിൽ അങ്ങ് തന്നെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത അങ്ങ് തന്നെ എടുത്ത് അങ്ങ് തന്നെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യണം കർത്താവെ. യേശു അങ്ങേക്ക് എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ നൽകുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ലവീന പാടുക. Okay, now Lavina for songs. Priyam, sing. ശാന്തിച്ചി. കേക്കാമോ? കേക്കാം. ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടവേ അനന്യനായി പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ.
കഷ്ടതാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ മുൻപിൽ ചെങ്കടല തിരച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടനാളനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എറിയും തീച്ചുളയെതിരായെറിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വിധപ്പെട്ടാൽ എന്നോടു കൂടെയും അഗ്നി നിറഞ്ഞി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വിധപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടതാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല എന്നെ ഉയർപ്പിക്കും എൻ ശരീരത്തോടെ കൈക്കൊള്ളുമേ മഹത്വത്തിൽ എന്നെ ഉയർപ്പിക്കും എൻ ശരീരത്തോടെ കൈക്കൊള്ളുമേ മഹത്വത്തിൽ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടതാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ വിജയ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? Mute.
You are still on mute. Yes. Okay. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ ഇന്നത്തെ സാധാരണ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ സൂം മീറ്റിംഗ് കൂടി തുടങ്ങിയത്. നമ്മുടെ ഒരു കോബ്രദർ ബോംബെയില് ഷെല്ലിയുടെ ചേച്ചി താമസിക്കുന്ന ശോഭ അല്ല കോബ്രദർ അവരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോ ഇങ്ങനെ എല്ലാ സൺഡേയും 3 മണിക്കാണ് ഞങ്ങൾ 1 മണിക്കൂർ ഇങ്ങനെ പ്രയർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോ ഇതില് ഇന്ന് ഗസ്റ്റ് സ്പീക്കറായിട്ട് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത്, എന്റെ സുഹൃത്തും നമ്മുടെ പള്ളിക്കാരനൊക്കെ PC ജെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് ഈ അഡീഷണൽ ഡയറക്ടർ ടു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത സാറാണ്. ഇപ്പോൾ കേരള സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ നിരവധി സാമൂഹിക സംഘടനകളുണ്ട്. നമ്മൾക്കറിയാം, എടപ്പഴിഞ്ഞി വിവേകാനന്ദ നഗർ റെസിഡന്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് സാറ്. പിന്നെ പാങ്ങോട് കോപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ആണ്. നമ്മുടെ പാളയം പള്ളിയിലെ ചർച്ച് കൊയർ ഒരു ലീഡർ കൂടെയാണ്. പിന്നെ സാറ് നമ്മുടെ BCC യൂണിറ്റ് എന്ന് പറയും, ഫാമിലി പ്രയർ യൂണിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോ സാറിനെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ പ്രത്യേക കാരണം, സാറ് ഞങ്ങളുടെ പ്രയർ മീറ്റിംഗിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ബൈബിൾ വിചിന്തനം നടത്താറുണ്ട്. അതുകൊണ്ടുകൂടെയാണ് സാറിനെ ഇന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്ക് സന്തോഷമാണ്. പിന്നെ സാറ് എൻ്റെ മകള് ഒരു റാണി യൂണിവേഴ്സിറ്റി കാസറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്, പാട്ടും പാടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാറിനെ കിട്ടിയതിന് നമുക്ക് വളരെ സന്തോഷമാണ്. സാറിനെ കിട്ടിയത് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നമ്മുടെ അടുത്ത യോഗങ്ങള് നിയന്ത്രിക്കുന്നത് ബോംബെയിൽ നിന്നാണ്. ഓവർ ടു ബോംബെ. Yeah. Please go ahead and മോൾട്ട് പാടാൻ പറയണം. അപ്പൊ സാറിന്റെ മെസ്സേജ് പാടണം. ആദ്യം പാട്ടാണ് എന്താ പാടട്ടെ. ശരി. ഓക്കെ, വെൽക്കം. തുറന്നിരിക്കുന്നത്
സോങ് വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു. മോക്ക് പ്രത്യേകിച്ച് കൺഗ്രാറ്റുലേഷൻസ്. നല്ല പാട്ടായിരുന്നു. എന്തോ പഠിക്കുവാണ്? ഞാൻ MSc ബയോടെക്നോളജി. ശരി. എന്താ പേര്? റാണി ജെയിൻ. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ശരി ശരി. Okay, thank you for joining today. And okay, now over to you. You can take this time, maybe the next whatever time you want, you can speak. Okay. Thank you for welcoming me to this meeting. ഞാൻ വിജയരാജ സാറിനോട് വളരെയധികം കടപ്പാടുണ്ട്. അദ്ദേഹം ഒരു കാര്യത്തിന് എന്നെ ക്ഷണിച്ചാൽ എനിക്ക് നിരസിക്കാൻ കഴിയില്ല. അത് ഞാനും അദ്ദേഹത്തിന്റെ കുടുംബവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തീവ്രത മൂലമാണ്. സാറിന്റെ ശാരീരിക അവസ്ഥ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം എന്ന് ഞാൻ കരുതുന്നു. സാറ് ഞങ്ങളുടെ പള്ളിയിലെ കൂട്ടായ്മയിൽ അതിൻ്റെ ലീഡറായി പ്രവർത്തിച്ചിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തോടൊപ്പം യോഗങ്ങൾ സംഘടിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുവാനുമൊക്കെ ഞാൻ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയമായ ആ ആഴം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്. സാറിന്റെ കുടുംബം, ഷേർലി, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തി കൂടിയാണ്. സാറിന്റെ കുഞ്ഞു മക്കൾ, അവര് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. ആ കുഞ്ഞുങ്ങള് ഇപ്പൊ പാടുന്ന കേട്ടു. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു കുടുംബമായതിനാൽ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിക്കുകയും ഇനി കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് എന്നറിയിക്കട്ടെ. ഞാനൊരു വലിയ പ്രാസംഗികൻ ഒന്നുമല്ല. ഞാൻ ഇതുപോലുള്ള കൂട്ടായ്മയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞാൽ ഞാൻ പോകുന്ന ഒരു സഭ
നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പക്ഷേ വിജയരാജ് സാറ് അത് സൂചിപ്പിച്ചിട്ടുണ്ടാകാം. ആ സഭയിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളോ ഇങ്ങനെയുള്ള ചർച്ചകളോ ഒന്നും അധികം ഉണ്ടാകാറില്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ഇന്ന് ഒരു വൈറസിന്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ചു, മുട്ടുകുത്തി, വാ മൂടിക്കെട്ടി, വളരെ ദൂരെ മാറി ആളുകളുമായി ബന്ധപ്പെടാൻ നമ്മളെ നിർബന്ധിച്ചു. തരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കൈ കഴുകി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ലോകത്തെ മുഴുവൻ ഒരു സൂക്ഷ്മജീവി നിയന്ത്രിക്കുന്ന, പേടിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സാറും കുഞ്ഞുങ്ങളും ഒക്കെ മാസ്ക് വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഏതായാലും അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരമൊരു സഭയിൽ, ഒരു കൂട്ടായ്മയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിനുള്ള സന്തോഷവും നന്ദിയും ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാചകങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഇടപെടൽ അവസാനിപ്പിക്കാം. നമ്മൾ ഇതിന്റെ ചരിത്രം നോക്കിയാൽ, ഇന്നത്തെ ഈ മഹാമാരിയുടെ ചരിത്രം നോക്കിയാൽ, ക്രിസ്തുവിന് മുമ്പ്, അതുപോലെ 5000 വർഷങ്ങൾക്ക് മുമ്പ് 2 മഹാമാരികൾ ഉണ്ടായതായി ചരിത്രം പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, ആദ്യത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മഹാമാരി ഉണ്ടായതും ചൈനയിലാണ് എന്നുള്ളതാണ്. വടക്ക് കിഴക്കൻ ചൈനയിലെ ഒരു പ്രദേശം, അവിടെ ഇപ്പൊ അതിന്റെ പേര് ഹാമിൻ മംഗ എന്നാണ് ആ സ്ഥലത്ത് ഇപ്പൊ അറിയപ്പെടുന്നത്. അവിടെ ഒരു ചരിത്രാതീത ഗ്രാമം പരിപൂർണമായി ഇല്ലാതായി പോയി ഒരു മഹാമാരി മൂലം. ആ മഹാമാരിയുടെ പേര് സിർക്ക എന്നാണ് ചരിത്രത്തിൽ അതിനെ അറിയപ്പെടുന്നത്. സിർക്ക, CIRCA. ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതെയായിപ്പോയി. അന്ന് ചില പ്രദേശങ്ങളിൽ ആ മരിച്ചവരെ എല്ലാം കൊണ്ട് ഒന്നിച്ചിട്ട് തീ കൊളുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. രണ്ടാമത്തെ ഒരു മഹാമാരി ഉണ്ടാകുന്നത് ആഥൻസ് എന്ന് പറഞ്ഞ പട്ടണം, നമുക്കറിയാം, ഈ നമ്മുടെ സ്പോർട്സ് ഒക്കെ നടക്കുന്ന ആഥൻസില് ഒരു മഹാപ്ലേഗ് ബാധിച്ചു. ഈ 2 എണ്ണമാണ് ക്രിസ്തുവിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള അഥവാ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 മഹാമാരികൾ. ഇതിലെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു. ക്രിസ്തുവിന് ശേഷം നമുക്കറിയാം, ഒരുപാട് പേരുകൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മള് വസൂരിയെ പറ്റി കേട്ടിട്ടുണ്ട്, പ്ലേഗ് എന്ന് കേട്ടിട്ടുണ്ട്, കോളറ എന്ന് കേട്ടിട്ടുണ്ട്, മഞ്ഞപ്പിത്തം എന്ന് കേട്ടിട്ടുണ്ട്, ഫ്ലൂ, പലതരം ഫ്ലൂ ഉണ്ട്, സ്പാനിഷ് ഫ്ലൂ, അങ്ങനെ പലതരം ഫ്ലൂകൾ ഇങ്ങനെ വന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ H1N1 എന്ന് പറയുന്ന ഒരു പനിയെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട്. പിന്നെ എയ്ഡ്സ് ഇന്നും തുടരുന്ന ഒരു വലിയ വിപത്തായി മനുഷ്യന്റെ ഇടയിൽ
നിൽക്കുന്നത് നമുക്കറിയാം. പിന്നെ ഈയിടെയായി നമ്മൾ കേട്ടതാണ് സാഴ്സ്, പിന്നെ അത് കൂടാതെ മെഴ്സ്, ഇപ്പൊ ഏറ്റവും ഒടുവിലായി COVID-19. ഇപ്പോ ഇത്തരം മഹാമാരികളൊക്കെ വന്ന് ഒരുപാട് മനുഷ്യരെ എടുത്തുകൊണ്ടുപോയി ഇല്ലാതെയാക്കി, ഗ്രാമങ്ങളെ തന്നെ നശിപ്പിച്ചു, പട്ടണങ്ങളെ ഇല്ലാതെയാക്കി, ജനസമൂഹങ്ങളെ തൂത്ത് തുടച്ചു മാറ്റി. ഇന്നിപ്പോ ഇന്നത്തെ കോവിഡ് കണക്ക് നമുക്കറിയാം, ഏതാണ്ട് 2 കോടി കഴിഞ്ഞ്. ഇന്നത്തെ കണക്ക് 2.7 കോടിയാണ് ഇത് ബാധിച്ചവര്. മരണം 9 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 8.84 ലക്ഷം ആളുകൾ ഇന്ന് വരെ മരിച്ചു കഴിഞ്ഞു. ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ മരണം, ഇപ്പൊ എന്റെ ഈ സംസാരം തീരുമ്പോൾ മരണം ഇതിൽ കൂടും. അങ്ങനെ നിമിഷം തോറും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഈ മഹാമാരി കാലം നമുക്ക് മനുഷ്യർക്കുണ്ടാക്കിയത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വലിയ അനിശ്ചിതത്വം, അൺസർട്ടനിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്നറിയില്ല. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല. നമ്മുടെ ഭവനത്തിൽ ഇത് കടന്നു വരുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. നാം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഭയത്തോടും ഭീതിയോടും, ഒരാളെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. മാസ്ക് വെക്കാത്ത മനുഷ്യനെ കാണുമ്പോൾ നാം ഓടി അകലുന്നു. ഇങ്ങനെ വലിയ ആശങ്കയിലേക്ക് മനുഷ്യനെ തള്ളിവിട്ടിരിക്കുന്ന ഒരു സമയം. നമ്മുടെ തൊഴിൽ രംഗം, നമ്മുടെ സാമ്പത്തിക രംഗം, എല്ലാം, മനുഷ്യ ജീവിതം മൊത്തം അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ മഹാമാരി നമുക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമതായി ഞാൻ കാണാൻ ശ്രമിക്കുന്നത്, മനുഷ്യൻ ഏതാണ്ടൊക്കെയാണ് എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. ഇന്ന് മനുഷ്യൻ നമുക്ക് കാണാൻ വയ്യാത്ത ഒരു സൂക്ഷ്മജീവിയുടെ മുമ്പിൽ ഓടിക്കളിക്കുകയാണ്. മനുഷ്യന്റെ നിസ്സാരത ഈ മഹാമാരി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായതാണെന്ന് എനിക്കൊരു ചിന്ത അങ്ങനെയുണ്ട്. പിന്നെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മനുഷ്യന്റെ അഹങ്കാരം കുറച്ച് കുറവുണ്ടാകാനുള്ള ഒരു സമയമായത്. ഈ സമയത്ത് വലിയ അഹങ്കരിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള തരത്തില് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ കണ്ടു, ചിത്രമൊക്കെ കണ്ടു, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നോട്ട് കെട്ടുകൾ ഇങ്ങനെ താഴേക്ക് വലിച്ചെറിയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. അവര് വിളിച്ചു പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ് നോട്ട് കെട്ടുകൾ താഴേക്ക് നഗരത്തിലേക്ക്, ആ തെരുവിന്റെ നടുവിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യരെ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ മഹാമാരി ചില നല്ല കാര്യങ്ങൾ കൂടെ ചെയ്തു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്തത്, നമുക്ക് ഒരുപാട് നാളിങ്ങനെ അടച്ചു പൂട്ടി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്, നിശബ്ദമായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ നിശബ്ദതയിൽ നമുക്ക് ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിന്റെ ശബ്ദം
നമുക്ക് തിരിച്ചറിയാനും അല്പം കേൾക്കാൻ നമ്മുടെ ധൃതിയും ബഹളവും കാരണം ഇതൊന്നും നടന്നിരുന്നില്ല. ഇപ്പോഴാകട്ടെ നമ്മൾ തടങ്കലിലായതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ശബ്ദം, അതിനെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, നിശബ്ദതയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ നിശബ്ദതയുടെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിശബ്ദതയുടെ ശബ്ദം ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്. നിശബ്ദമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ദൈവിക സ്വരം നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും കഴിയാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ ഒരുക്കിക്കൊണ്ടെത്തിച്ചു ഇന്നത്തെ ഈ മഹാമാരി എന്ന് പറയുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നുണ്ട്. എല്ലാ സാധനവും ഒരുപാട് വാങ്ങിച്ച് കൂട്ടിയൊന്നും ഇടേണ്ട കാര്യമില്ല. അത്യാവശ്യം ഉള്ളത് മതി. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ അറിയാം നമുക്ക്. അതിന്ന് വ്യക്തമായിട്ടുണ്ട്. മറ്റേ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും വെളിയിലോട്ട് ഇറങ്ങി ഇഷ്ടം പോലെ സഞ്ചരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് ആവശ്യമുള്ളതല്ല. അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒതുങ്ങിക്കൂടിയൊക്കെ കഴിയാമെന്നുള്ള തരത്തില് നമ്മളത് തിരിച്ചറിഞ്ഞു തുടങ്ങി. അതൊരു ഗുണപാഠമാണ്. പിന്നെ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ആശ്വസിപ്പിക്കാൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മറ്റൊരാൾക്ക് ആശ്വാസം പകരുകയാണ്. നമുക്ക് ഇതുവരെ അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആശ്വസിപ്പിക്കേണ്ടത് അതിന് വേറെ ആളുകളുണ്ട്, അവരുടെ ജോലിയാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്നെങ്കിൽ ഇന്ന് പരസ്പരം ആശ്വസിപ്പിക്കേണ്ടതാണെന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ശാരീരിക അകലം പാലിച്ചാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ദൂരദേശത്തുള്ള നമ്മുടെ വീട്ടിലെ ആളുകളെ നമ്മളെ ഓർക്കാനും അവരുമായി ആശയം പങ്കുവെക്കാനും ഒക്കെ നമ്മൾ സമയം ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ശാരീരിക അകലം പാലിച്ചാലും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ പോകാതിരിക്കാൻ നമുക്കറിയാം. നേരെ അങ്ങനെ ആയിരുന്നില്ല ഇതിനു മുമ്പ്. സാമൂഹ്യ ബന്ധങ്ങൾക്ക് നമുക്ക് വലിയ വിലയില്ലായിരുന്നു. നമ്മുടെ ശാരീരികമായ കാര്യങ്ങൾക്കായിരുന്നു നമുക്ക് കൗതുകം, അതിനായിരുന്നു താല്പര്യം, അതിനായിരുന്നു സമയം കൂടുതൽ ചെലവ്. ഇപ്പൊ അങ്ങനല്ല, കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരാൾ ഇപ്പോ ഒന്ന് നമ്മുടെ ഒരു വീട്ടിലെ സുഖമില്ലാതിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, ഗേറ്റ് അടച്ചിരിക്കുകയാണ്, ഒരാൾ ഒരു കവർ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അയാളെ വിളിച്ചൊരു നന്ദി പറയാൻ ഇപ്പൊ നമുക്കറിയാം. മറ്റതങ്ങനല്ല. ദിവസവും പാല് കൊണ്ടു പോകുന്ന ആളുണ്ട്, നമ്മൾ ഒരു നന്ദി അയാളോട് പറയാണ്ട്, അതായത് നമ്മൾ കാശ് കൊടുക്കുന്നു, അയാൾ ഇടുന്നു, അങ്ങനെ തന്നെ. ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ അയൽവക്കക്കാരൻ ഒരു പാല് കൊണ്ട് ഇടുമ്പോ അയാളോട് നന്ദി പറയാൻ നമ്മുടെ മനസ്സ് പക്വമായി കഴിഞ്ഞു. നല്ലൊരു മാറ്റമാണത്. അപ്പോഴ് ഈ കോവിഡ് കാലത്ത് ഞാൻ എൻ്റെ വീടിന്റെ പുറകില് കുറെ പച്ചക്കറിയൊക്കെ നട്ടു. അർത്ഥവത്തായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് കൊണ്ടാണ്. നാളിതുവരെ ഒരു ചെടി പോലും കുഴിച്ചു വെക്കാത്ത ഞാൻ അത്യാവശ്യം പച്ചക്കറിയൊക്കെ നട്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് 2 ചീര അതിലേന്ന് പറിച്ച് കറി വെച്ചു. അപ്പൊ അർത്ഥവത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ഈ ഒരു അന്തരീക്ഷം എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമുക്കിങ്ങനെയുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതക്രമത്തിൽ വന്നു ചേരുമ്പോൾ, ഇത്തരം കൂട്ടായ്മകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ
ആത്മീയമായ കാര്യങ്ങളാണ് നമ്മൾ ഇത്തരം കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുക. നമ്മുടെ ആത്മീയതയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാറ്റം വന്നെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം ഞാനൊക്കെ പാരമ്പര്യമായി പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കാര്യം, ഞായറാഴ്ച തോറും പോകുള്ളതേ ഉള്ളൂ. ഞായറാഴ്ച കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നയാളാണ്. അത് ഞങ്ങൾക്കൊരു ചടങ്ങാണ്. ഇപ്പൊ പിന്നെ പള്ളി കയറാൻ നിവൃത്തിയില്ല, അത് പൂട്ടി കിടക്കുക. അപ്പൊ അവിടെ ഇപ്പോ കോവിഡ് ബാധിച്ചവരെയൊക്കെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എന്റെ ആത്മീയത ബലപ്പെടുത്താൻ പള്ളി അത്യാവശ്യമല്ല എന്നെനിക്കിപ്പോ ബോധ്യപ്പെട്ടു. എന്റെ കുടുംബം, എന്റെ ഭവനം ഒരു ആത്മീയ കേന്ദ്രമായി മാറുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ എന്റെ ആത്മീയതയിൽ വന്ന വലിയൊരു മാറ്റമാണ്. എന്റെ ഭവനത്തിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും എല്ലാം കൂടെ ചേർന്നിരുന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോ എന്റെ ആത്മീയതയ്ക്ക് ഒരു വലിയ മാറ്റം വന്നത് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ 70 വയസ്സായി. എനിക്കിപ്പോ ഏതാണ്ട് ഒരു 65-66 വർഷത്തോളം പള്ളിയിൽ പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന് മുമ്പത്തെ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഓർമ്മയില്ല. ഈ പള്ളിയിലൊക്കെ ഞാൻ ഈ പോയിരുന്ന് പ്രാർത്ഥിച്ച കാലങ്ങൾ, അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ ഈ ഭവനത്തിൽ ചേരുന്ന ആ ഒരു കൂട്ടായ്മ, ആ ഒരു പ്രാർത്ഥന, ഒരു സംഗമം അർത്ഥം നൽകുന്നതായി എനിക്ക് തോന്നി തുടങ്ങിയെങ്കിൽ എൻ്റെ ആത്മീയതയിൽ നല്ലൊരു ഉണർവ് ഉണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അന്വേഷിക്കുന്നത് എൻ്റെ ചുറ്റുപാടും ഭീതിയാണ്. എവിടെയാണ് രക്ഷ എന്നാണ് എൻ്റെ ചിന്ത. എവിടെയാണ് രക്ഷ? ഞാൻ പ്രതീക്ഷിച്ചിടത്തൊന്നും രക്ഷ കാണുന്നില്ലെന്നുള്ളതാണ്. അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്, പ്രവേശനമില്ല. അപ്പൊ എവിടെയാണ് എൻ്റെ രക്ഷ എന്നുള്ള അന്വേഷണം എന്നെ വല്ലാതെ അലട്ടുകയാണ്. അങ്ങനെ അലട്ടുമ്പോ ഒരു കാര്യം ശരിയാണ്, നിന്റെ രക്ഷ നീ സ്വയം കണ്ടെത്തേണ്ടതാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ വരികയാണ്. സോറി, എന്റെ രക്ഷ ഞാൻ സ്വയം കണ്ടെത്തേണ്ടതാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ ആത്മീയതയിൽ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്നത് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പൊ ഈ രക്ഷ എവിടെയാണെന്നുള്ള അന്വേഷണമാണ്. പിന്നെ ഈ രക്ഷാവചനങ്ങൾ ഞാൻ പലകുറി കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഞാൻ ശ്രദ്ധിക്കാൻ മെനക്കെട്ടില്ല. നിരവധി തവണ തിരുവചനം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ മനസ്സവിടെ നിന്നില്ലെന്നർത്ഥം. ഇപ്പോഴെൻ്റെ മനസ്സ് നിന്ന് ആ വചനങ്ങൾ ശ്രവിക്കുകയാണ്. എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള തിരുവചനം എനിക്കിപ്പോ വളരെ 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 ശക്തിയോടെ എന്നെ അത് മഥിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള അഥവാ എൻ്റെ അയൽപക്കത്തെ വീടുകളിലുള്ള രോഗികൾക്ക്
നീ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്നുള്ള ആ വാക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നു എന്നർത്ഥം. ഇതാണ് എൻ്റെ ആത്മീയതയിൽ വരുന്ന വേറൊരു മാറ്റം. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആത്മീയതയെ അല്പം ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങനെ പറയുമ്പോഴാണ് ആത്മീയ സൗഖ്യം എന്നൊരു വാക്ക് നമ്മൾ അറിയുന്നത്. ആത്മീയ സൗഖ്യം, സ്പിരിച്വൽ വെൽനെസ്, അതിന് വലിയ ആഴങ്ങളുള്ള, അർത്ഥത്തിന് വളരെ ആഴമുള്ളതാണ്. അതിനുള്ള ഇടങ്ങൾ തേടി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അതിനുള്ള അന്തരീക്ഷം നാം ഒരുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ ആത്മീയ സൗഖ്യം വർദ്ധിപ്പിക്കാനുള്ള ഇടങ്ങളാണെന്നാണ് എന്നെ പോലെയുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നത്, അതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ പോലും അവര് പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹത്തിൽ, സന്തോഷത്തിൽ, ദൈവത്തിന്റെ അരൂപിയിൽ അവർ പരസ്പരം സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ എൻ്റെ ആത്മീയ സൗഖ്യത്തിനുള്ള കളം, അതിനുള്ള അന്തരീക്ഷം ഒരുങ്ങി വരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഞാൻ പണ്ട് പഠിച്ചൊരു വചനം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. 2 or 3 പേര് എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്നൊരു തിരുവചനം എത്രയോ തവണ ഞാൻ കേട്ടതാണ്. പള്ളികളിലൊക്കെ അത് നിത്യം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ ഇരിക്കുന്ന ഈ കുറെ കുടുംബങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ ആരവങ്ങളൊന്നും ആവശ്യമില്ലെന്നും ഞാനും നിങ്ങളും ഇതുപോലെ സൗഹൃദമായി ഒന്നിച്ച് ചേർന്നിരുന്ന് കർത്താവിനെ മുൻനിർത്തി ചേർന്ന് അവന്റെ നാമം സ്തുതിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന ബോധ്യം എൻ്റെ മനസ്സിൽ ആഴപ്പെടുമ്പോൾ എൻ്റെ ആത്മീയത വർദ്ധിച്ച് ഞാനൊരു ആത്മീയ മനുഷ്യനായി മാറുകയാണ്. തീർച്ചയായും ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ്, എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും, അതിനെപ്പറ്റി പറയാനുണ്ടാവും. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. എൻ്റെ ഈ ഒരു എളിയ ചിന്ത പങ്കുവെക്കാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ സംഘാടകരോട്, എന്നെ ക്ഷണിച്ച വിജയരാജ് സാറിനോട്, ഇത് നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരനോട്, ആ കുടുംബത്തോട്, അലൻ സാറിനോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും എല്ലാം എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ കോവിഡ് സിറ്റുവേഷന് നാം എങ്ങനെയാണ് ദൈവത്തെ കാണേണ്ടതെന്നും നമ്മുടെ ആത്മീയ പ്രവർത്തനം എത്രമാത്രം എങ്ങനെയാണ് നമ്മൾ സഹവർത്തിത്വം വേണ്ടതും നമ്മുടെ ദൈവമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് നിലനിർത്തേണ്ടതും
മനുഷ്യര് നമ്മുടെ സഹജീവികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണമാണ് സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മളെ ഓരോരുത്തരും മനുഷ്യരായി ജനിച്ച ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. സാറിന്റെ വളരെ അറിവിൽ നിന്ന്, സാറിന്റെ വിശാലമായ അറിവിൽ നിന്ന് സാറ് പങ്കുവച്ചത്. അപ്പോ ഞങ്ങളെല്ലാവരെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഈ സമയത്ത് സാറ് വന്ന് നിങ്ങളുടെ ഇടയിൽ പങ്കുവച്ചതിന് സാറിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. Okay. Yeah, it's really a thought-provoking session for all of us to know many things about this COVID. You know how it really helped each one of us. In one way, actually, നമുക്ക് പരിചയപ്പെടാനും ഇങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെ എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് കിട്ടിയത് because of this situation, this pandemic COVID situation. So yeah, a lot of things we saw, you know, the purpose. Now how positively it helped us. നമ്മൾ നോക്കിയത് നമുക്കൊരു കാണാൻ പറ്റുന്ന ഒരു എനിമിയെ നമുക്ക് എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും. We can fight against one enemy who is visible. But here is an enemy who is absolutely invisible. We can't see at all. But we are fighting against this invisible, invisible creature. And but at the same time, we are unable to believe an invisible God who is there behind everything. So God is behind each and every situation, even the situation that we are going through. God is behind all these. And we are learning, each and everything. If we start analyzing and thinking, there are a lot of things that we can come to know from behind. The God is working. God's desire is that we need to come closer and closer and closer to God. Road points in the cater. So we found, we tried to go to please God here and there. But we found finally, come unto me, I will give you rest. Why are you going here and there and everywhere? But I am there with you. I am with you always. Come to me. And so we have come to a place of realization now. So we know now, now to depend on God. So actually we all have come to a self-realization state to know not to run around. And also we saw several things like, now God has humbled us down. നമുക്ക് ഒരു അഹങ്കാരം, ഒരു pride ഒക്കെ ഉണ്ടായിരുന്നു. Okay, we can do anything, we can achieve anything, we have kind of influence, we have enough money, wealth and property and അങ്ങനെയുള്ള ഒരു self prestige അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. But now God has taught us to be humble. Now all these are nothing. Hey, you are worrying for a small unseen creature. You are unable to do anything so far. So now God has made us to think, who we are and who God is. And also we saw in this situation, we could also hear God's still voice. Or a silently God is speaking to each one of us. When everything was open, when this problem was not there, we were too busy. We are running here and there and we have no time to hear God's voice. But now the situation has brought us to our knees and to hear that still silent voice of God. So what a good positive thing that we can think about it. And another thing we saw, now earlier we won't care each other. We won't care neighbors. We won't care the milkman or a person who is putting a newspaper or, but now we are able to thank him, thank the people. So God has given us a, grateful heart now, a thankful heart. So, we have seen and, now we are able to thank others and it is giving a self-realization in this situation. And for salvation, we need not go to anybody, but salvation is there in Christ. So he is telling, come unto me, I will give you rest. I am with you. So all these we can understand that these are all God is trying to call us. Hey, come. Why are you looking here? Why are you going there? Sit down at home. Sit down and look at me. So we are hearing, a still voice from God even during this time. Thank God. God is speaking to us. Wonderful that we heard a thought-provoking message. We thank you. Thank you, sir. So, yeah. Let's pray. Any of you want to share anything?
Yeah, any of you want to share any testimony? And after that we can pray. ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെന്ന് വെച്ചാൽ പറയാം. സാക്ഷ്യമല്ല, ഞങ്ങളുടെ സാറ് ചോദിച്ചു ഈ മാസ്ക് വെച്ചിരിക്കുന്നത്. ഞാൻ ഓണം പ്രമാണിച്ച് എന്റെ ബ്രദറിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ബ്രദറിന്റെ മകൻ ഇങ്ങനെ കോവിഡ് വന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വി ആർ ആൾസോ വറിയിങ്. അപ്പൊ ഞാനൊരു ഇതാണ് ഐ മീൻ സെൽഫ് ഒബ്സർവേഷനിലാണ്. അപ്പൊ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും ഫാമിലിയിലുള്ള മറ്റു സഹോദരങ്ങളും എല്ലാവരും ഒന്ന് വന്നിരുന്നു. അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ബൈ ഗോഡ്സ് ഗ്രേസ് ഇത് ലോക്ക്ഡൌൺ, ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ലോക്ക്ഡൌൺ തുടങ്ങിയത് തൊട്ട് മാർച്ച് 20-ാം തീയതി തൊട്ട് പിന്നെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് വരെ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. 1 സെപ്റ്റംബർ തൊട്ട് ഞങ്ങൾക്ക് സർക്കുലർ ഇട്ടു, കമ്പൽസറി ആയിട്ട് എല്ലാവരും ഓഫീസിൽ പോകണം. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓഫീസ് 1.5 മണിക്കൂർ യാത്രയുണ്ട് ഒരു വേ. പിന്നെ ഓഫീസ് എന്ന് പറയുന്ന ഒരു വലിയ ഓഫീസാണ്. അവിടെ മോർ ദാൻ 2000 ആൾക്കാർ ഒരു വലിയ AC ബിൽഡിങ്ങിന്റെ അകത്താണ്. ഓഫീസിന്റെ എല്ലാണെങ്കിൽ ഇത് ഡെയിലി ഓരോ കേസ് വന്നുകൊണ്ടിരുന്നു കോവിഡ്. അങ്ങനത്തെ സിറ്റുവേഷനില് പോവാനായിട്ട് ആക്ച്വലി നമ്മളായാലും ഇങ്ങനെ വീട്ടിൽ കുറെ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ആ കോൺഫിഡൻസ് പോയി. എനിക്ക് യാതൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ജോലിക്ക് പോകണമെന്നുള്ള ആ ഇൻട്രസ്റ്റ് പോയി. അങ്ങനെ വളരെ വിഷമായിരുന്നു പോവാനായിട്ട്. ബട്ട് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. ബൈ ഗോഡ്സ് ഗ്രേസ് 1-ാം തീയതി തൊട്ട് എനിക്ക് ഓഫീസിൽ പോയി തുടങ്ങി. അവിടെ ഓഫീസിൽ പോയി തുടങ്ങിയാലും പണ്ടത്തെ അവസ്ഥ അല്ല ഇപ്പം. പണ്ട് ഓഫീസായിരുന്നാലും എല്ലാവരും ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് ചെയ്യും, ആരും സീറ്റിൽ നിന്ന് ഇറങ്ങരുത്, സീറ്റിൽ ഇരുന്നോളണം. ചായ മെഷീന്റെ അവിടെ എവിടെയും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കരുത്, എല്ലാവരും ഇരുന്നോളണം, മാസ്ക് എപ്പോഴും വയ്ക്കണം. അപ്പൊ എല്ലാവരുടെ മുഖത്തും ആ ഭീതി നമുക്ക് അറിയപ്പെടും, നമുക്ക് കാണാൻ പറ്റും. ഈ ലോകം മുഴുവൻ ഭീതിയുടെ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോഴേ നമ്മളെ ദൈവമക്കളായിട്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് ക്രിസ്തുവിന്റെ സന്തോഷവും ആ ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ കോൺഫിഡൻസ്, അല്ലാതെ നമ്മളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ദൈവം കൃപ ചെയ്യണം. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോഴ് ആക്ച്വലി കഴിഞ്ഞ ദിവസം തൊട്ട് അറിയുന്നത് ദിവസം 4-5 കേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ദൈവത്തിന്റെ കൃപ മാത്രം ഇന്നയോളം താങ്ങിയ കർത്താവ് ഇനിയും താങ്ങും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ദൈവത്തിന് നന്ദി. ഓക്കെ, ഹലോ, കേൾക്കാലോ? ഞങ്ങള് ഹൈദരാബാദായിരുന്നു. ഞാൻ ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനിടയിൽ ചേട്ടന് കഴിഞ്ഞ മാർച്ചിൽ, അതായത് 20 മാർച്ചിൽ റിട്ടയർ ചെയ്ത് ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഫൈനലി ഒത്തിരി കാലം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഹി ഹാസ് ടു കം വിത്തിൻ 6 months ഒന്ന് വന്ന് പോകണം. അപ്പൊ ക്വാറന്റൈൻ ഒക്കെ ഇത്തിരി ലിഫ്റ്റ് ചെയ്തപ്പോ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ഇരിക്കാമെന്ന് തീരുമാനിച്ച്. പക്ഷെ സ്വന്തം വാഹനത്തിലാണ് വന്നത്. ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഹൈദരാബാദിൽ നിന്ന് ഇങ്ങനെ ആയിട്ട് വന്നിട്ടില്ല. 1200 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ദൈവത്തിലേൽപ്പിച്ച് ഞങ്ങൾ അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വെള്ളിയാഴ്ച ഫ്രൈഡേ ഏർലി മോർണിംഗ് 5 o'clock സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിവിടെ സാറ്റർഡേ മോർണിംഗ്, അതായത് ഇന്നലെ രാവിലെ 2 മണിയായപ്പോ ഞങ്ങൾ ഇവിടുത്തെ ജിഞ്ചിയോള ചെക്ക് പോസ്റ്റ് വന്നു. സാധാരണ വന്നവരൊക്കെ ഇതിനു മുമ്പ് വന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവർ ഈ വരുന്നതിനിടയിൽ ഒത്തിരി സ്ഥലത്ത് നിർത്തി ഇവര് നമ്മുടെ പേര്, ആധാർ നമ്പർ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒത്തിരി ഡിലേ ആവുമായിരുന്നു. ദൈവകൃപയാൽ ഞങ്ങള് ചോദിച്ച ഒരേ ഒരു സ്ഥലം ഇവിടെ ഇഞ്ചിവള വന്നപ്പോ ഇതിലിടാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്വാറന്റൈനിലാണ് ഇപ്പോ. 14 days ക്വാറന്റൈനിലാണ്. പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. ദൈവം ഞങ്ങൾക്കൊരു വലിയ അത്ഭുതം. എനിക്കിപ്പോ ആലോചിക്കുമ്പോ അതൊരു അത്ഭുതം. ദൈവകൃപ അല്ലാതെ ഒന്നുമില്ല. എങ്ങനെയാണ് അവിടുന്ന് ഇതുവരെ ഒറ്റയടിക്ക് വണ്ടി ഓടിച്ച് വന്നതെന്ന് ഞാനിപ്പോ ഇരുന്ന് ഓടിച്ചത് ഭയങ്കര ദൈവകൃപ, ദൈവം കൊടുത്ത ശക്തിയാണ്. അല്ലാതെ അതങ്ങനെ ഒരിടത്ത് നിർത്തിയില്ല. എവിടെയോ ഒരിടത്ത് ഭക്ഷണത്തിന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നു. അതും ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നു. അത് കഴിക്കാൻ മാത്രം ഹാഫ് അവർ അങ്ങനെയൊക്കെ നിർത്തിയതേ ഉള്ളൂ. ഒരു ഭക്ഷണത്തിന്റെ സമയം മാത്രം. അങ്ങനെ ഞങ്ങൾ ഇത് പോരുമായിരുന്നു.
സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഭീതിയാണ്. ഇറ്റ്സ് നോട്ട് എ ഹാപ്പി എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇഷ്ടമുള്ള കൂട്ടത്താണ് തന്നെ കാറിൽ പോകുന്നത്. പക്ഷെ ഇതൊരു ഹാപ്പി എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിനകത്ത് ഹാപ്പിനെസ് ഉണ്ട്. ദൈവം ഞങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്തൊരു അവസ്ഥയിലായാലും സഹായിച്ച് സുഖത്തോടും ബലത്തോടും ദൈവം ഇവിടെ കൂട്ടിച്ചേർത്ത് ഇനി ഞങ്ങൾക്ക് ക്വാറന്റൈൻ കഴിക്കാനുണ്ട് 14 days. പ്രാർത്ഥിക്കണം. ദൈവത്തിന് 100 നന്ദി കരയറ്റുന്നു. സിന്ധു ഇല്ലേ ഇന്ന്? സിന്ധു ഉണ്ട്. സിന്ധു ഉണ്ടായിരുന്നല്ലോ. ഇല്ല. ആ ഓക്കെ. ബേബി ആന്റിയുണ്ട്. ഇത് അമ്മയുടെ അനിയത്തിയാണ്. Okay. രാജേന്ദ്രൻ ഉണ്ടോ? രാജേന്ദ്രൻ രാജേന്ദ്രൻ ഉണ്ട്. Rajendra from കാണാം. Okay, so shall we pray and thank God for the testimonies, and we'll pray for the prayer link. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Father God. We praise you, Father God. Hallelujah. Thank you for this wonderful time you have given us, Father God. Lord, we praise you and lift up your holy name, Father God. Father God, Lord, we submit and surrender ourselves to you. You are great and you are wonderful. Lord, you are marvelous. Lord, your ways are, Lord, higher than our ways. Lord, your plans are different from our plans. Lord, but we know your plans are always for good. Lord, we thank you, Lord. Thank you, Lord. We thank you. We thank you. Through all these situations that we go through, ultimately, Lord, your desire is that we can turn to our face from the world or from the things to your face. Lord, that is your desire, that you are looking at us as your children. You are looking at us. Lord, we understand when a son is going with the father and the son is looking all around except the father's face, Lord, how much the father may be feeling bad. Lord, we are looking all around and all things and the worldly things and the worldly pleasures and not looking at your face at all and not even thanking at you for all that you have given. Father God, this is one reminder to each one of us, Lord, to turn our face from the world, from all the worldly riches to your face, Father. Lord, we understand and realize that from your face, from your presence, we get everything that we need. From you comes our life, from you comes our joy, peace, and happiness. Lord, we thank you, Father God. We thank you, Lord. We thank you. Even in this precious time that you come, Lord, as we come to your presence, oh Lord. Lord, you are so merciful and you are amidst us and you are with us and your presence is there with us. Even now, Father God, Lord, take away all that fear that we have in our mind. Lord, all that fear about our future, fear about the sickness, and fear about the pestilence all around, Father God. Almighty God, you give us the confidence. Lord, we know the one who trusts in you will never be put to shame. Lord, we believe in the promises that you have given. Lord, you have a plan and purpose in each and every one of our lives. Lord, we are not created just by accident, but we have created for a purpose and with a great plan. Lord, we thank you for this and in this afternoon. Thank you, Father God. You created carefully and Lord, you have designed us in a wonderful way. Lord, we thank you. We thank you. Even today, Father God, we are here as we are because of your grace. Thank you, Father God, for all the blessings that you have given us. During this time, as many people are losing their jobs and many people are, Lord, losing their even dear ones. And at this time, Father God, we as a family, we could come together and give you praise and thanks because of your grace, Father God. We are no way greater than others, but your grace is keeping us safe and we are under the protection of your mighty hand. Continue to protect us and take care of us, Father God. Let us be like the chicks that are there under the wings of the mother hen. Lord, let us not go around, roaming around, Lord, outside the boundary, Father God. Let us always be inside your shelter and let us abide under your presence, Lord, and where there is safety. We thank you, Father God, for being with us. Even now, especially for the testimonies, Father God, Lord, we thank you. Thank you, Father God, for Shobha's office
And Lord, you have given her the confidence, and she has, Lord, you are there with her, and Lord, you will continue to, Lord, use her there when others are coming with fear, Lord, without any hope in that, hopeless people are coming, Lord, that Shobha can give them hope. Lord, there is an opportunity to show that there is always hope in Christ. Thank you, Father God. Thank you, Lord. Thank you for being with Shant Chechi, Suresh Chetan, and Ninadas. They were traveling a long journey from Hyderabad. Lord, thank you, Lord, for being with them and giving, Lord, you have given them the safe journey. And Lord, without any disturbances, Lord, they could reach Trivandrum safely. Lord, we thank you, Father God, because you are our protector. And Lord, you are the one who is going before us and making our path straight. Lord, we thank you, Father God. We thank you. Even as the prayer request, Father God, that Vijayaraj and the family, Father God, as they are, Lord, Lord, looking into your face, Father God, for their protection, and Father God, they are, Lord Almighty, we pray, Father God, together with oneness of heart for your presence, Father God. Hallelujah, Lord, for your touch upon each one of them, Father. Lord, completely heal them, and completely, Father God, give them strength, and Father God, let them know that you are around them, and the fire of God is around them, and they are well protected in your arms, Father God. Let them get that confidence, and let them start thanking you continually. Let them start rejoicing in you continually, praising you, and for all the good things that you have done in their lives. Let them be able to thank you, Father God. Hallelujah. We praise you, Father God. We praise you. Lord, you are our Redeemer, and the salvation, Lord, it comes from you and you alone, Father God. Lord, as we heard about the spiritual wellness, yes, Father God, Lord, it is you and you alone. Father God, we can be well in our body, soul, and spirit. That comes only from you. We thank you, Father God, once again for this wonderful time you have given us. And Father God, as the PC Jane, Lord, brother, you have brought him for this meeting today to speak to us. Lord, we thank you. Lord, bless him and bless his family. Bless his daughter as she was singing songs for you. Father God, Lord, bless her, Father God. Lord, let her be used more and more for your name's glory, Father God. Thank you. Bless her studies, and bless her all that endeavors that she does, Father God. Let your name alone be glorified, Father God. Once again, we thank you for this time, and we surrender ourselves to you. And the Lord, the coming week, also, Lord, for each one of us, Lord, the coming week be a blessed week. Let us see your mercy, love, grace, and let us be led by you every day, Father. We thank you, and we give you all the glory, honor, and praise. In Jesus' wonderful name we pray. Amen. Amen. Okay, thank you. Okay, thank you, sir. Thank you. Thank you, സാറ്. സാറിനും കുടുംബത്തിനും റാണിക്കും കുടുംബത്തിനും എല്ലാവർക്കും നന്ദി. എവിടെയാ താമസിക്കുന്നത്? എടപ്പഴിഞ്ഞില്ല സാർ താമസിക്കുന്ന എടപ്പഴിഞ്ഞി, വിവേകാനന്ദ നഗർ എടപ്പഴി വിവേകാനന്ദ. സാറിന് ഒരുപാട് ചാരിറ്റി വർക്കൊക്കെ ഉണ്ട്. ഈ കോവിഡ് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കാശൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തു. പത്രത്തിലൊക്കെ വന്നിരുന്നു. അവര് അസോസിയേഷൻ ആയിട്ട് മന്ത്ലി ഒരു ഇതൊക്കെ കൊടുത്തു. വളരെ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്ന ഒരു സാറാണ്. അല്ല, So we also got today many statistical information. I was not aware of that 2 pandemic happened before Jesus Christ. Two. Yeah, 2. Yeah, good. സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ആയില്ലേ, അതുകൊണ്ട്. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ് എല്ലാം ചൈനയിലാണ് ഒന്ന്. ബിഫോർ ക്രൈസ്റ്റ് രണ്ടല്ലേ? ചൈനയിൽ എപ്പോഴും വളർന്ന് കാണും, ഒരു 100 വർഷത്തേക്ക് ഒരിക്കലെങ്കിലും. ശരി, ചൈനയിലാണോ സാറേ സ്റ്റാർട്ടിങ്? ചൈനയിലാണല്ലേ? അതെ. ആണല്ലേ, ചൈനയിലാണ്. ചൈന ഇരിക്കുന്നല്ലേ, ചൈനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാവർക്കും തന്നെ. ചൈനയിൽ എല്ലാവരും ചൊല്ലോണ്ടിരിക്കുകയല്ലേ, ഇന്ത്യയൊക്കെ അടിക്കണം എന്നുള്ളതില്. അത് കറക്റ്റ്, അത് ശരിയാ. രാജേന്ദ്രനുണ്ട്.
ഓക്കെ then. രാജേന്ദ്രൻ ശരി സാർ. സാറിന്റെ താങ്ക്സ്. താങ്ക്സ്. രാജേന്ദ്രൻ കാറിലാണ് കാണിക്കും എല്ലാവർക്കും. താങ്ക്സ്. Thank you. തന്നെ സുഖം തന്നെ. രാജേന്ദ്രൻ കാറിലാ ജേണിയില്ല. അതെ 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 നമ്മളിവിടെ ഞാൻ സൈറ്റ് വന്ന് സൈറ്റിൽ ഹീറ്റ് ആയതുകൊണ്ട് സൈറ്റ് കയറ്റിയില്ല, പുറത്ത് കിടക്കണം. അയ്യോ വണ്ടിയില